വെൽക്കം ടു അവർ വർക്കല വിശേഷങ്ങൾ ഡേ 3. കാലത്ത് നേരത്തെ എന്നിട്ട് ഞങ്ങൾ പോയത് എടവ ബീച്ചിലോട്ടാണ്. സർഫിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി എത്തിയുടൻ തന്നെ ട്രെയിനറെ കണ്ടു. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചു തന്നു. ഒട്ടും സമയം കളയാതെ സർഫിംഗ് ബോർഡ് എടുത്ത് കടലിലോട്ട് പോയി. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചെങ്കിലും പതിയെ പതിയെ ഞങ്ങളും പഠിച്ചു സർഫിങ്ങിൻ്റെ ബേസിക്സ്. നല്ലപോലെ തന്നെ സർഫ് ചെയ്യാൻ പറ്റി. വർക്കല പോകണമെങ്കിൽ സർഫിംഗ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൊറോട്ടയും ബീഫാണ് കഴിച്ചത്. അത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നേരെ ജഡായു പാറയിലോട്ട് വെച്ച് പിടിച്ചു. ടിക്കറ്റ് എടുത്ത് മേലെ പോയി നോക്കുമ്പോൾ നല്ല അസല് ക്യൂ എല്ലാം തണ്ടി റോപ്പ് കാറിൽ കയറാൻ പറ്റും നോക്കിയാൽ അവിടെ മഴ കാരണം ബ്ലോക്ക്. പിന്നെ മെല്ലെ വെയിറ്റ് ചെയ്ത് റോപ്പ് കാറിലെല്ലാം കയറി മേലെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. തീർച്ചയായും നിങ്ങൾ പോവുകയാണെങ്കിൽ ഈവനിങ് വിസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കോടയെല്ലാം മേലെ ഇറങ്ങുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷവും നല്ല പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങൾക്ക് പോയാൽ ഉറപ്പായിട്ടും കുറച്ച് സമാധാനം കിട്ടും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ക്ലിഫിലോട്ട് തന്നെ വന്നു. കുറച്ച് പാട്ടും കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് ഫുഡും കഴിച്ചു.